Hello everyone. Today we can discuss about the layout resources in Android. അപ്പോൾ ആൻഡ്രോയിഡിൽ ലേഔട്ട്സ് 4 മെയിൻ ടൈപ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ലീനിയർ ലേഔട്ട്, ദ സെക്കൻഡ് വൺ ഈസ് റിലേറ്റീവ് ലേഔട്ട്, ദ തേർഡ് വൺ ഈസ് ഫ്രെയിം ലേഔട്ട് ആൻഡ് ദ ഫോർത്ത് വൺ ടേബിൾ ലേഔട്ട്. ഇതിൽ ലീനിയർ ലേഔട്ട് എന്താണെന്നുള്ളത് ബേസിക് കോഡും ലാസ്റ്റ് മോഡ്യൂൾ 5th മോഡ്യൂളിൽ നമ്മൾ പറഞ്ഞതാണ്. വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും നമുക്ക് UI കമ്പോണൻസ് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് അത് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ ലീനിയർ ലേഔട്ട്. ഇപ്പോൾ ലീനിയർ ലേഔട്ട് ഈസ് എ വ്യൂ ഗ്രൂപ്പ് ദാറ്റ് അലൈൻസ് ഓൾ ദ ചിൽഡ്രൻ ഇൻ എ സിംഗിൾ ഡയറക്ഷൻ, ദറ്റ് ഈസ് വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി. ഈ ചിൽഡ്രൻ എന്ന് പറയുന്നത് ക്യാൻവാസിനകത്ത് വരുന്ന ഒരു സ്ക്രീനിനകത്ത് വരുന്ന UI എലമെൻറ്റ്സ് ആണ്. UI എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദറ്റ് ക്യാൻ ബി ബട്ടൺസ്, ടെക്സ്റ്റ് ഫീൽഡ്സ് എക്സെട്ര. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ടൺസ് ആൻഡ് ടെക്സ്റ്റ് ഫീൽഡ്സ്. എനിവേ, ഈ ഒരു ബട്ടൺസും ടെക്സ്റ്റ് ഫീൽഡ്സും, അതായത് ചിൽഡ്രൻസ്, അതിനെ നമുക്ക് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ പാരൻറ്റും ചിൽഡ്രൻ എന്ന് പറയും. ഈ പാരൻ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്ക്രീനാണ്. ആ ഒരു സ്ക്രീനിനകത്ത് വരുന്ന, അതായത് ഒരു ക്യാൻവാസ് എന്ന് പറയാം. ആ ഒരു ക്യാൻവാസിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് UI കമ്പോണൻസിനെയാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ റോ ആയിട്ടും കോളമായിട്ടും നമുക്കതിനെ അറേഞ്ച് ചെയ്യാം, ബട്ടൺസിനെയൊക്കെ. അതായത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും അറേഞ്ച് ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ആൻഡ്രോയിഡ് കോളം ഓറിയൻറ്റേഷൻ പാരാമീറ്റർ. ദെൻ ഇനി നമുക്ക് ആ ഒരു എക്സാമ്പിൾ കോഡ് നോക്കാം. നമ്മൾ ഓൾറെഡി 5th മോഡ്യൂളിൽ നോക്കിയതാണ്. അപ്പോൾ ലേഔട്ടിൻ്റെ ടാഗ്, ഇത് ലീനിയർ ലേഔട്ട് ആയതുകൊണ്ട് തന്നെ ലീനിയർ ലേഔട്ട് എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുക. ദെൻ അതിൻ്റെ ഫയൽ ലൊക്കേഷൻ XST ലൊക്കേഷൻ കൊടുക്കുക. ദെൻ കണ്ടോ, ഓറിയൻറ്റേഷൻ, ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇവിടെ ഞാൻ വെർട്ടിക്കൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇനി ക്യാൻവാസ് സൈസ് ലേഔട്ട്, മെയിൻ ലേഔട്ട് വിഡ്ത്തും ഹൈറ്റും പാരൻറ്റിൻ്റെ ആണ്. അതായത് ക്യാൻവാസ് സ്ക്രീൻ സൈസ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേഔട്ട് വിഡ്ത്തും ലേഔട്ട് ഹൈറ്റും ഫിൽ പാരൻ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിൽ പാരൻ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു ദ മാച്ച് പാരൻറ്റ്. ഞാൻ 5th മോഡ്യൂളിൽ മാച്ച് പാരൻ്റ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻസിലെല്ലാം, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെല്ലാം നമ്മൾ മാച്ച് പാരൻ്റ് എന്ന് കൊടുക്കും. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഓൾഡ് വെർഷൻസിൽ ഫിൽ പാരൻ്റ് എന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിവേ ഫിൽ പാരൻറ്റും മാച്ച് പാരൻറ്റും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി ഞാനിവിടെ 3 ടെക്സ്റ്റ് ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡ് ഞാൻ element 1 എന്ന് കൊടുത്തു. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും റാപ്പ് കണ്ടന്റ് എന്നാണ് കൊടുത്തത്. എന്താണ് റാപ്പ് കണ്ടന്റ് എന്നുള്ളത് നമ്മൾ മോഡ്യൂൾ 5 പറഞ്ഞതാണ്. സെക്കൻഡ് ടെക്സ്റ്റ് ഫീൽഡ് നെയിം element 2 എന്ന് കൊടുത്തു. ഇനി തേർഡ് എലമെൻറ്റ് ടെക്സ്റ്റ് element 3 എന്ന് കൊടുത്തു. 3നും വിഡ്ത്തും ഹൈറ്റും, ടെക്സ്റ്റ് വ്യൂവിൻ്റെ വിഡ്ത്തും ഹൈറ്റും റാപ്പ് കണ്ടന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഇതേപോലെയാണ് 3 എലമെൻറ്റ്സും വന്നു, 3 ടെക്സ്റ്റ് ഫീൽഡ്സും വന്നു. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? വെർട്ടിക്കലിയാണ് 3 എലമെൻറ്റ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെയിൻ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ക്യാൻവാസിനകത്ത് 3 എലമെൻറ്റ്സും വെർട്ടിക്കലിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓറിയൻറ്റേഷൻ പാരാമീറ്റർ ആണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇനി element 1, element 2, element 3 അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിരിക്കുന്നത് റാപ്പ് കണ്ടന്റ് എന്നാണ്. നിങ്ങളിത് മാച്ച് പാരൻ്റ് അല്ലെങ്കിൽ ഫിൽ പാരൻ്റ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ എലമെൻസിൻ്റെ ആണ്, എലമെൻസിൻ്റെ വിഡ്ത്തും ഹൈറ്റും അത് ഓവർലാപ്പ് ചെയ്തേനെ. അപ്പോൾ ഓവർലാപ്പ് ചെയ്യാതെ ഈക്വൽ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് ലേഔട്ട് ഈസ് റിലേറ്റീവ് ലേഔട്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ റിലേറ്റീവ് ഗ്രൂപ്പ് ഈസ് എ വ്യൂ ഗ്രൂപ്പ് ദാറ്റ് ഡിസ്പ്ലേസ് ചിൽഡ്രൻ ഇൻ റിലേറ്റീവ് പൊസിഷൻസ്. അതായത് നമ്മുടെ ബട്ടൺസ് ഒക്കെ റിലേറ്റ് ചെയ്ത് പറയാം. എങ്ങനെയാണെന്ന് നോക്കാം. ആ ഒരു ഫിഗർ നോക്കൂ. ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്. ആ ഒരു ടെക്സ്റ്റ് ഫീൽഡിൻ്റെ
റൈറ്റ് സൈഡിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. ഇനി ടെക്സ്റ്റ് 1ൻ്റെ ബിലോ ആയിട്ട് ടെക്സ്റ്റ് 3 നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിൽ വേണോ, ലെഫ്റ്റ് സൈഡിൽ വേണോ, ടോപ്പിൽ വേണോ, ബിലോ ആയിട്ട് വേണോ, ഇങ്ങനെ റിലേറ്റ് ചെയ്ത് ബട്ടൺസോ ടെക്സ്റ്റ് ഫീൽഡ്സോ അറേഞ്ച് ചെയ്യാം. അത്തരം ലേഔട്ട്സിനെയാണ് റിലേറ്റീവ് ലേഔട്ട്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു സാമ്പിൾ കോഡ് നോക്കാം. അപ്പോൾ ഇവിടെ റിലേറ്റീവ് ലേഔട്ട് ടൈപ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ റിലേറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാഗ് എന്ന് പറയുന്നത് റിലേറ്റീവ് ലേഔട്ട് ടാഗ് എന്ന് കൊടുക്കുക. ദെൻ ഫയൽ ലൊക്കേഷൻ പറയുക. ദെൻ മാക്സിമം ലേഔട്ട് അല്ലെങ്കിൽ ക്യാൻവാസ് സൈസ് നമുക്ക് എടുക്കണം, സ്ക്രീൻ സ്പേസ് നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ലേഔട്ട് മെയിൻ ലേഔട്ട് വിഡ്ത്തും ഹൈറ്റും മാച്ച് പാരൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഫിൽ പാരൻറ്റ് കൊടുക്കുക. ദെൻ ഞാനും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 ടെക്സ്റ്റ് ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡ് ഇവിടെയും വിഡ്ത്തും ഹൈറ്റും റാപ്പ് കണ്ടന്റ് എന്ന് കൊടുത്തു, ടെക്സ്റ്റ് നെയിം എലമെന്റ് 1 എന്ന് കൊടുത്തു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ടെക്സ്റ്റിനെയും റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഫീൽഡ്സ്, നെക്സ്റ്റ് ടെക്സ്റ്റോ അല്ലെങ്കിൽ ബട്ടൺസോ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു യുണീക്ക് ID കൊടുക്കണം. കണ്ടോ, ഇതേപോലെ ഒരു യുണീക്ക് ID @+ID ബാർ ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. അത് വെച്ചിട്ടാണ് പിന്നെ റെഫറൻസിന് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എലമെന്റ് 01 എന്ന് കാണിക്കാൻ വേണ്ടി EL01 എന്ന് കൊടുത്തു. ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. അതിനെ പിന്നീട് റെഫറൻസ് ചെയ്യാൻ ആ ഒരു ID യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി മറ്റൊരു ടെക്സ്റ്റ് ഫീൽഡ് കൂടി ക്രിയേറ്റ് ചെയ്തു. ടെക്സ്റ്റ് വ്യൂ ആണ്, ടെക്സ്റ്റ് ഫീൽഡ് ഇൻസെർട്ട് ചെയ്യാനുള്ള ടാഗ് ആണ് ടെക്സ്റ്റ് വ്യൂ. അപ്പോൾ ടെക്സ്റ്റ് വ്യൂ ഓപ്പൺ ചെയ്തു. ദെൻ ID ഞാൻ അടുത്ത എലമെന്റ് ആയതുകൊണ്ട് EL02 എന്ന് പറഞ്ഞു. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും റാപ്പ് കണ്ടന്റ് എന്ന് കൊടുത്തു. ദെൻ ടെക്സ്റ്റ് എലമെന്റ് 2 എന്ന് കൊടുത്തു. അതായത് ന്യൂ എലമെന്റ് കണ്ടന്റ് എന്ന് പറയുന്നത്, ഡിസ്പ്ലേ ചെയ്യാനുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് എലമെന്റ് 2 ആണ്. ഇനി ഈ പറയുന്ന സെക്കൻഡ് ടെക്സ്റ്റ് ഫീൽഡ് എങ്ങനെ റിലേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലേസ് ചെയ്യാനുള്ള ഒരു കമാൻഡ് ഇവിടെ കണ്ടു, _layout_to right of. ഏതിന് റൈറ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്യാനുള്ളത്? ഈക്വൽ ടു കോഡ്സിൽ ID ബാർ @ID ബാർ EL01. ഇതിൻ്റെ മീനിങ് ഇതാണ്. EL01 എന്ന് പറയുന്ന യുണീക്ക് കോഡ് ID ആരുടെ ആയിരുന്നു? ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡിന് റൈറ്റ് സൈഡിലായിട്ട് സെക്കൻഡ് ടെക്സ്റ്റ് ഫീൽഡ് വരും. സെക്കൻഡ് ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ID എന്ന് പറയുന്നത് EL02 ആണ്. എനിവേ ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡിൻ്റെ, അതായത് EL01 കമ്പോണൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എലമെന്റ് 2 എന്ന് ഡിസ്പ്ലേ ചെയ്യും. അതായത് സെക്കൻഡ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമതൊരു ടെക്സ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്തു. അതിനും വിഡ്ത്തും ഹൈറ്റും റാപ്പ് കണ്ടന്റ് എന്ന് കൊടുത്തു. ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെക്സ്റ്റ് എലമെന്റ് 3 എന്ന് കൊടുത്തു. ഇനി എങ്ങനെ പ്ലേസ് ചെയ്യണം? എനിക്ക് സെക്കൻഡ് ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ബിലോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കമാൻഡ് ഇതാണ്, layout_below. ദെൻ ഏതിന് ബിലോ ആയിട്ട് വരണമെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് എലമെൻ്റാണ് ഡൗൺ ആയിട്ട് വരാനുള്ളത്. അപ്പോൾ സെക്കൻഡ് എലമെൻ്റെ ID എന്താണെന്ന് നമ്മൾ നോക്കുക. സെക്കൻഡ് എലമെൻ്റ് ID എന്തായിരുന്നു? EL02. അപ്പോൾ ID ബാർ EL02 എന്ന് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് എലമെൻ്റെ ബിലോ ആയിട്ട് തേർഡ് ടെക്സ്റ്റ് വ്യൂ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഫൈനലി റിലേറ്റീവ് ലേഔട്ട് ടാഗ് എൻഡ് ചെയ്യാനാണ് ഇങ്ങനെ കൊടുക്കുന്നത്, /റിലേറ്റീവ് ലേഔട്ട് എന്ന് കൊടുക്കുക. ഇനി സബ് കമ്പോണൻസ് ഒക്കെ ഓപ്പൺ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഓപ്പൺ ചെയ്യാനാണ് ഇങ്ങനെ ടെക്സ്റ്റ് വ്യൂ ടാഗ് ഓപ്പൺ ചെയ്തു. എൻഡ് ചെയ്യുമ്പോൾ എൻഡും ചെയ്തിരിക്കണം. ഓരോ ടെക്സ്റ്റ് ഫീൽഡും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എൻഡ് ചെയ്യണം. എൻഡ് ചെയ്യാനുള്ള കോഡാണിത്. /ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, മെയിൻ ടാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ ടാഗ് ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ദെൻ ലേഔട്ട് നെയിം കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. കണ്ടോ, ഫസ്റ്റ് എലമെന്റ് ക്രിയേറ്റ് ചെയ്ത് എലമെന്റ് 1, അതിന് റൈറ്റ് സൈഡിലായിട്ട് എലമെന്റ് 2 വന്നു. ഇനി എലമെന്റ് 2ൻ്റെ ബിലോ ആയിട്ട് എലമെന്റ് 3 എന്ന് വന്നു. ഇനി എലമെന്റ് 1ന് താഴെയായിട്ടാണ് എലമെന്റ് 3 പ്ലേസ് ചെയ്യാനുള്ളതെങ്കിൽ
നമ്മൾ എങ്ങനെ കോഡ് എഴുതുമായിരുന്നു? അത് ആലോചിച്ച് നോക്കുക. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ഓരോരുത്തരും. സോ അടുത്തത് ഫ്രെയിം ലേഔട്ട് ആണ്. അപ്പോൾ ഈ ഫ്രെയിം ലേഔട്ട് ഈസ് ഡിസൈൻ ടു ഡിസ്പ്ലേ എ സ്റ്റാക്ക് ഓഫ് ചൈൽഡ് വ്യൂ ഐറ്റംസ്. അപ്പോൾ ഡിഫറെൻ്റ് ഇമേജസ് സ്റ്റാക്ക് ചെയ്ത് അടുക്കി കാണിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ലേഔട്ടാണ് ഫ്രെയിം ലേഔട്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. കോഡ് എഴുതുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒരു പാരൻറ്റ് വ്യൂ, അതായത് മെയിൻ ലേഔട്ട് വ്യൂ, അതിനകത്ത് വരുന്ന ചിൽഡ്രൻ എന്ന് പറയുന്നത് 2 ഇമേജസ് ആണ്. ഫസ്റ്റ് ഇമേജിന് മുകളിലായിട്ട് സെക്കൻഡ് ഇമേജും പ്ലേസ് ചെയ്തിരിക്കുകയാണ്, സ്റ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി 2 ഇമേജസും സെൻട്രലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു സാമ്പിൾ കോഡ് നോക്കാം. അപ്പോൾ ഇവിടെ ഫ്രെയിം ലേഔട്ട് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഫ്രെയിം ലേഔട്ട് ടാഗ് ഓപ്പൺ ചെയ്യുക. ലേഔട്ട് വിഡ്ത്തും ഹൈറ്റും ഫിൽ പാരൻ്റ് എന്ന് കൊടുക്കുക, ഓർ മാച്ച് പാരൻറ്റ്. ഞാനിവിടെ 2 ഇമേജസ് ആണ് ഇൻസെർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് ഇൻസെർട്ട് ചെയ്യാനുള്ള ടാഗാണ് ഇമേജ് വ്യൂ. അപ്പോൾ ഫസ്റ്റ് ഇമേജ് വ്യൂ, ഇമേജിൻ്റെ സൈസ് റാപ്പ് കണ്ടന്റ് എന്ന് കൊടുത്തു. അത് മാക്സിമം സൈസ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ദെൻ SRC കോഡ് കൊടുത്തു. ഞാനിവിടെ ഗ്രീൻ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു റെഫറൻസ് ID കൊടുത്തു. ദെൻ ലേഔട്ട് ഗ്രാവിറ്റി, അതായത് അതിൻ്റെ ഓറിയൻറ്റേഷൻ, അലൈൻമെൻറ്റ്, അതിന് വേണ്ടിയിട്ടാണ് ലേഔട്ട് ഗ്രാവിറ്റി പറയുന്നത്, എവിടെ ഡ്രോപ്പ് ചെയ്യണമെന്നുള്ളതാണ് മീനിങ്. ഞാനിവിടെ സെൻറ്റർ എന്ന് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഈ SRC എന്ന് പറയുന്നത് ഫയൽ ലൊക്കേഷനാണ്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഡ്രോയബിൾ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും. ആ ഒരു ഫോൾഡറിനകത്ത് ഇമേജസ് കൊണ്ടുവന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ നെയിമാണ് SRC ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഡ്രോയബിൾ ഫോൾഡറിനകത്ത് ഗ്രീൻ അണ്ടർസ്കോർ റെക്റ്റ് എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് പ്ലേസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്യാം. ആ ഇമേജിൻ്റെ നെയിം നോക്കി ആ ഇമേജിൻ്റെ നെയിം ഇവിടെ കൊടുക്കണം. ഞാനിവിടെ ഒരു സാമ്പിളായിട്ട് കൊടുത്തേ ഉള്ളൂ, ഗ്രീൻ റെക്റ്റ് എന്ന് കൊടുത്തു. ദെൻ അനദർ ഇമേജ് ഡ്രോപ്പ് ചെയ്യാനായിട്ടാണ് അടുത്ത ഇമേജ് വ്യൂ ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ ഇവിടെ ഞാൻ ലേഔട്ട് വിഡ്ത്തും ഹൈറ്റും നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 50 dp പിക്സൽ സൈസിൽ കൊടുക്കാം. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും അങ്ങനെയും അറേഞ്ച് ചെയ്യാം, 50-50. ഇപ്പോൾ റാപ്പ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ കണ്ടന്റിനനുസരിച്ച് ഷ്രിങ്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഹൈറ്റും വിഡ്ത്തും വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ DP സൈസ് പറയാം. ഞാനിവിടെ 50-50 കൊടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ 70-30 ഇഷ്ടമുള്ള വിഡ്ത്തും ഹൈറ്റും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഇമേജസും നമുക്ക് ഷ്രിങ്ക് ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ ശരിക്കും കോഡ് എഴുതുമ്പോൾ. ഇനി ഫയൽ ലൊക്കേഷനും പറയണം. അപ്പോൾ ഞാനിവിടെ റെക്റ്റ് അണ്ടർസ്കോർ ഓവൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രോയബിൾ ഫോൾഡറിൽ ഇതുപോലൊരു ഇമേജ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നെയിമും കൊടുക്കുക, ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. ആ നെയിം ആണ് ഇവിടെ ഇൻസെർട്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ അലൈൻമെൻറ്റ് ഞാനിവിടെ സെൻറ്റർ എന്നാണ് കൊടുത്തത്. ഓക്കെ. എന്നിട്ട് ഫ്രെയിം ലേഔട്ട് എൻഡ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് നോക്കൂ. അപ്പോൾ ആദ്യം ഒരു ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു റെക്റ്റാങ്കിൾ സൈസ് ഇമേജ് ഇൻസെർട്ട് ചെയ്തു. അതിന് മുകളിലായിട്ട് സ്റ്റാക്ക് ചെയ്ത് അടുത്ത റെഡ് ഇമേജ് വന്നു. അതിൻ്റെ സൈസ് ഞാൻ 50 dp എന്നാണ് കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്ത് വന്നേ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ഇതിനെ അലൈൻ ചെയ്യാം. അപ്പോൾ ഈ ടൈപ്പ് അലൈൻമെൻറ്റിനെയാണ് ഫ്രെയിം ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ടേബിൾ ലേഔട്ട്. ഇപ്പോൾ 4ാമത്തെ ടൈപ്പാണ് ടേബിൾ ലേഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ടേബിൾ ലേഔട്ട് അലൗസ് us ടു സ്പെസിഫൈസ് ടേബിൾ റോസ്. അതായത് നമ്മുടെ എലമെൻറ്റ്സ്, ടെക്സ്റ്റ് ഫീൽഡ്സും ബട്ടൺസും ഒക്കെ റോസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു റോയിൽ തന്നെ ഡിഫറെൻറ്റ് കോളംസ് ഉണ്ടാവാം. എനിവേ ആ ഒരു ഫിഗർ നോക്കുക. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് റോ നോക്കി 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 3 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കോളം 1, കോളം 2, കോളം 3. ഇതിൻ്റെ തേർഡ് റോ 3ൽ 2 എലമെൻറ്റ്സ്. അതായത് തേർഡ് റോയിൽ 2 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ റോ 3ൽ കോളം 1 ആൻഡ് കോളം 2. അപ്പോൾ ഇതേപോലെ റോസ് എന്ന് പറയുമ്പോൾ അവിടെ കോളംസ് ഉണ്ടാവും.
റോസ് ആയിട്ട് എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ്, അതിന് യൂസ് ചെയ്യുന്ന ലേഔട്ടാണ് ടേബിൾ ലേഔട്ട് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു സാമ്പിൾ കോഡ് നോക്കാം. ടേബിൾ ലേഔട്ടിന് കൊടുക്കേണ്ട ടാഗ്, ഓപ്പൺ ചെയ്യേണ്ട ടേബിൾ ലേഔട്ട് എന്നാണ്. വിഡ്ത്തും ഹൈറ്റും കൊടുക്കുക. ദെൻ ഫസ്റ്റ് റോ, ഒരു റോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ടാഗ് ലൈനാണ് ടേബിൾ റോ. അതിൽ ശ്രദ്ധിക്കുക, ടീം ആറും ക്യാപിറ്റലാണ്. നിങ്ങൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സജഷൻ വന്നോളൂ. അതുകൊണ്ട് ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ഓരോ തവണയും കോഡിങ് ലാവുമ്പോഴത്തേക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ സജഷൻസ് വന്നോളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം ടെക്സ്റ്റ് വ്യൂ കമ്പോണൻറ്റ്. ലേഔട്ട് വിഡ്ത്തും ഹൈറ്റും റാപ്പ് കണ്ടന്റ് എന്ന് കൊടുത്തു, എലമെൻറ്റ് 1 എന്ന് കൊടുത്തു. ദെൻ അനദർ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, ടെക്സ്റ്റ് വ്യൂ റാപ്പ് കണ്ടന്റ് എന്ന് കൊടുത്തു, എലമെൻറ്റ് 1b എന്ന് കൊടുത്തു. ഞാൻ ആ ഒരു ഫസ്റ്റ് റോ എൻഡ് ചെയ്യാണ്, അതായത് ടേബിൾ റോ സ്ലാഷ് ചെയ്ത് ടേബിൾ റോ, ദെൻ അത് എൻഡ് ചെയ്തു. ദെൻ ഞാൻ വീണ്ടും ഒരു റോ കൂടി ആഡ് ചെയ്യണം, അതായത് സെക്കൻഡ് റോ ആണ്. അപ്പോൾ വീണ്ടും ഒരു റോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടേബിൾ റോ എന്ന് കൊടുക്കുക. ദെൻ അവിടെ ഞാൻ 2 ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് വ്യൂ കമാൻഡ് യൂസ് ചെയ്തിട്ട്. ദെൻ ടേബിൾ റോ എൻഡ് ചെയ്യുന്നു, ലേഔട്ട് എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫൈനലി ലേഔട്ട് എൻഡ് ചെയ്യുമ്പോൾ എന്ത് കൂടി കൊടുക്കണം? ടേബിൾ ലേഔട്ട് എന്ന് കൂടി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ ഒരു കോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ വീഡിയോ തന്നെ നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയയ്ക്കുക. എല്ലാവരും മെസ്സേജ് അയയ്ക്കുക. ഓക്കെ.